വെറും 40 രൂപയ്ക്ക് ആവാരപ്പൻ 2 എന്നുള്ള സിനിമയുടെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആവാരപ്പൻ 2 സ്റ്റാറിങ് ഇമ്രാൻ ഹാഷ്മി. പക്ഷെ ഇത്തവണ ഡയറക്റ്റ് ചെയ്യുന്നത് മോഹിത് സൂര്യ അല്ല. അത് കാണാനുണ്ട്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇമ്രാൻ ഹാഷ്മി ആൻഡ് ദ സോങ്സ്, ദ റീവർക്ക്ഡ് സോങ്സ് ഓഫ് ആവാരപ്പൻ 1 അതാണ് ഈ സിനിമയിലുള്ള താരം. അതല്ലാതെ ഇതിനകത്ത് ദിശ പട്ടാനി കാണാൻ നല്ല ഭംഗിയുണ്ട്. കോസ്റ്റ്യൂംസ് ധരിച്ചിരിക്കുന്നതും പുള്ളിക്കാരി അറ്റയറിൽ ഈ ഒരു ക്യാരക്ടറായിട്ടൊക്കെ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുപ്പിച്ചിട്ടില്ല. പക്ഷേ പുള്ളിക്കാരിയുടെ പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒന്നും ചെയ്യാനുണ്ടായില്ല എന്നുള്ളൊരു സീനാണ് എനിക്ക് തോന്നിയത്. സാധാരണ പുള്ളിക്കാരി എനിക്ക് വെറുപ്പീരായിട്ട് അനുഭവപ്പെടുന്ന പോലെ ഈ സിനിമയിൽ വെറുപ്പീരായിട്ട് അനുഭവപ്പെട്ടില്ല. പിന്നെ ഇതിനകത്ത് ഒരു 2 ബ്രദേഴ്സും ഒരു സിസ്റ്റർ എന്നുള്ള ക്യാരക്ടർ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബ്രദറായിട്ട് അഭിനയിച്ച മച്ചാണ്ട്, പുള്ളിയുടെ പേര് എനിക്കറിയില്ല, പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് വാമിക ഗബ്ബിയുടെ ബ്രദർ, നമ്മുടെ ഗോദ, ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ദേവദാസ് ചന്ദ്ര DC-യിലുള്ള ചന്ദ്ര ക്യാരക്ടർ ചെയ്തിട്ടുള്ള വാമിക ഗബ്ബിയുടെ ഓൺ ബ്രദർ, യങ് ബ്രദറായിട്ടുള്ള പുറാൻ ഗബ്ബി എന്ന് പറഞ്ഞ മച്ചാനാണ് ഇതിനകത്ത് ഒരു ടൈറ്റിൽ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളെങ്ങനെയാണെന്ന് വെച്ചാൽ ആളുടെ അഭിനയം മോശം അല്ല, പക്ഷെ ഒരു ഷർട്ടിനകത്ത് പാറ്റ കയറിയ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണത്. അപ്പോൾ ഭയങ്കര എക്സെൻട്രിക്ക്, ഫുൾ ടൈം ഡ്രഗൊക്കെ അടിച്ച് ഇങ്ങനെ അങ്ങനത്തെ ഒരു വെകിളി പിടിച്ച ഒരു സൈക്കോ ടൈപ്പ് ഓഫ് ക്യാരക്ടർ. പക്ഷേ നമ്മൾ കണ്ടുമടുത്ത ഒരു ടെംപ്ലേറ്റ് ക്യാരക്ടറായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നത് അത് ആളുടെ അഭിനയത്തിൻ്റെ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു പുള്ളി ആദ്യമായിട്ടാണ് ഈവൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഇതിനു മുന്നേ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. മച്ചാൻ എനിക്കൊന്ന് ഇനി അങ്ങോട്ടേക്ക് ബോളിവുഡിൽ വേറെ സിനിമകളൊക്കെ കിട്ടുമ്പോൾ ആള് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരും എന്നുള്ള ഫീലിംഗ് എന്തായാലും തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. പക്ഷെ ദ വേ ദ ക്യാരക്ടർ വാസ് റിട്ടൺ, അത് റെപ്പറ്റേറ്റീവ് ക്യാരക്ടറായിട്ട് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന രീതിയിലുള്ള ക്യാരക്ടറായിട്ട് തോന്നി. അതുമാത്രമല്ല, ആവാരപ്പൻ എന്നുള്ള സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊറിയൻ മൂവിയുടെ റീമേക്ക് ആണെങ്കിൽ പോലും, അധികം പേർക്ക് അത് അറിയോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ സ്ക്വിഡ് ഗെയിമിലേക്ക് മച്ചാൻ അഭിനയിച്ചിട്ടുള്ള കൊറിയൻ മൂവി, ആ മൂവിയുടെ റീമേക്ക് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവാരപ്പൻ എന്നുള്ള സിനിമ. പക്ഷെ ആവാരപ്പൻ വർഷങ്ങൾക്ക് മുന്നേ കണ്ടപ്പോൾ ഭയങ്കര കിടിലൻ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് മെയിൻലി ഡ്യൂ ടു ഇമ്രാൻ ഹാഷ്മിയുടെ ക്യാരക്ടർ, മോഹിത് സൂര്യയുടെ ഡയറക്ഷൻ, പാട്ട് എല്ലാം കൂടി ചേർന്ന്, പിന്നെ ലാസ്റ്റ് തോഫിറാവ് വരുന്ന ആ ഒരു ക്ലൈമാക്സ്, എൻ്റെ മോനെ അത് വേറെ ലെവലായിരുന്നു. ആ സിനിമയിൽ 4 പാട്ടുകൾ അന്ത ലെവൽ ഹിറ്റും കൂടിയായിരുന്നു. ആ പാട്ടുകളുടെ പ്ലേസ്മെൻറ്റ്, അതായത് മോല മോല എന്ന് പറഞ്ഞ പാട്ട്, അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഇമ്രാൻ ഹാഷ്മിയുടെയും ആ ശ്രീയാസരൻ്റെയും ഒരു ലവിൻ്റെ ഡെപ്ത്ത്, ആ ഇമോഷണൽ കണക്റ്റ്, അതൊക്കെ ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെ തൊഫിറാവോ എന്നുള്ള പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ്, ആ ഒരു പാട്ട്, മാഹിയ എന്നുള്ള പാട്ട്, അപ്പോൾ തേരാ മേരാ റിസ്ത എന്നുള്ള പാട്ട്, ഇത് 4 പാട്ടേ ആവാരപ്പനിലേ ഉള്ളൂ. പക്ഷെ ആ 4 പാട്ടുകൾ പീക്ക് സാധനമായിരുന്നു ആ സിനിമയിൽ. ആ ഓൾറെഡി ആൽബം ഹിറ്റ്, അതുകൂടാതെ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഷോ കണ്ടപ്പോഴേക്കും കിളി മാറിപ്പോയി. അമ്മാതിരി ലെവൽ ഒരു കിടിലം പടം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് എങ്ങനെയോ ഫ്ലോപ്പായി. നമ്മളിവിടെ കേരളത്തിൽ അത് പിന്നെ ഹിറ്റായിരുന്നുണ്ട്, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അത് ആക്ച്വലി ബോംബായ പടമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം കൾട്ട് സ്റ്റാറ്റസ് കിട്ടി. പക്ഷേ ഐ ഹാഡ് ദ പ്രിവിലേജ് ആൻഡ് ഭാഗ്യം ടു വാച്ച് ദാറ്റ് മൂവി ഇൻ തിയേറ്റർ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഗംഭീര പടമായിട്ട് തോന്നിയ ഒരു സിനിമ. എൻ്റെ കോളേജ് കാലഘട്ടത്താണ് ഞാൻ ആ സിനിമ കാണുന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു കിടുക്കാച്ചി പടമായിരുന്നു. അപ്പോൾ ആ സിനിമയിലെ എല്ലാ നല്ല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സിനിമയിൽ മോഹിത് സൂരി ആ സിനിമ എടുത്തത് ഹോങ്കോങ്ങിൽ വെച്ചിട്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഹോങ്കോങ് എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്ത ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ആ ഗാങ്സ്റ്റർ പരിപാടി. അതുപോലെ അതിലെ വില്ലൻ ആശുതോഷ് റാണ വേറെ ലെവലിൽ പെർഫോം ചെയ്തൊരു ക്യാരക്ടർ. പിന്നെ അതുപോലെ തന്നെ മച്ചാൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ക്യാരക്ടർ, മച്ചാൻ സയ്യാറയിലൊക്കെ ഉണ്ടായിരുന്നു മോഹിത് സൂര്യയുടെ പടത്തിൽ തന്നെ ഒരു പാട്ടുകാരനായിട്ട് ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ കബീർ എന്നുള്ള ക്യാരക്ടർ അഭിനയിച്ച മച്ചാൻ. അപ്പോൾ മച്ചാനൊക്കെ വേറെ ലെവലായിട്ടാണ്. ആ ശിവം എന്നുള്ള ക്യാരക്ടർ ഇമ്രാൻ ഹാഷ്മി എത്ര കിടുവായിട്ട് ചെയ്ത് അത്രയും തന്നെ കിടുവായിട്ട് കബീർ എന്നുള്ള ക്യാരക്ടർ മറ്റേ ആക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആശുതോഷ് റാണ അന്ത ലെവലിൽ അതിലെ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സെറ്റിങ്ങും എല്ലാം കൊണ്ട് ഇറ്റ് വാസ് എ കിടിലം പടം. അപ്പോൾ ആ പടത്തിൻ്റെ ആ ഒരു ഹിറ്റ് കൾട്ട് സ്റ്റാറ്റസിൻ്റെ പേരിലാണ് ആൾക്കാർ ഈ സിനിമ കാണാൻ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പോയത്. അപ്പോൾ ആ സിനിമയോടും ആ ക്യാരക്ടറോടും ആ ഒരു മോഹിത് സൂര്യ ഉണ്ടാക്കി വെച്ച ആ വേൾഡിനോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് ഈ പടത്തിൽ പല കാര്യങ്ങളും ഇഷ്ടവും. പിന്നെ പാട്ടുകൾ വേറെ ലിറിക്സിൽ വേറെ രീതിയിൽ റീവർക്ക് ചെയ്യുന്ന കേൾക്കുമ്പോൾ നമുക്കത് ഇഷ്ടവും. പക്ഷേ ആ ഒരു സംഭവം മാത്രം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം പുതിയതായിട്ടും ഒന്നും ഈ സിനിമയിൽ ഓഫർ ചെയ്യാനില്ലാത്ത പോലെ തോന്നി. കാരണം വില്ലൻ ഭയങ്കര വീക്ക്,
വില്ലന്മാർ സൈഡ് ഭയങ്കര വീക്ക്, ഒരു നല്ലൊരു കിടിലം വില്ലൻ ഈ സിനിമയിൽ ഇല്ല എന്നുള്ള ഫീലിംഗ് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇമ്രാൻ ഹാഷ്മിയുടെ ക്യാരക്ടർ ശിവം എന്നുള്ള ക്യാരക്ടർ ഇതിനകത്ത് മോർ ഓഫ് എ രക്ഷകൻ ആൻഡ് ജസ്റ്റ് ഒരു ആക്ഷൻ ഹീറോ ലെവലിലേക്ക് മാത്രം ഈ സിനിമയിൽ ക്യാരക്ടറിനെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി. ഇമ്രാൻ ഹാഷ്മി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ബോഡി മെയിൻറ്റെയിൻ ചെയ്തായിക്കോട്ടെ, ഈവൻ എന്താണ് ആക്ടിങ് വൈസ് ആയിക്കോട്ടെ, ഇമ്രാൻ ഹാഷ്മി ഇസ് ലൈക്ക് പീക്കഡ്, വേറെ ലെവലാണ്. പക്ഷേ പുള്ളിയാണ് ഈ സിനിമ മൊത്തം ഷോൾഡറിൽ വെച്ചുകൊണ്ട് പോകണം. പക്ഷെ എന്നിട്ട് പോലും ഈ സിനിമയെ ഫസ്റ്റ് പടം പോട്ടെ, എന്നാലും ഒരു സീക്വൽ എന്നുള്ള നിലയ്ക്ക് പോലും ഈ സിനിമയെ അത്രയ്ക്ക് ഉയർത്തിപ്പിടിച്ച് അതിനെ താങ്ങി നിർത്താൻ പുള്ളിക്ക് പോലും പറ്റാത്ത ഒരവസ്ഥ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതിൻ്റെ റൈറ്റിംഗ് ഐ ഫെൽറ്റ് വാസ് വെരി വീക്ക്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ അത് എടുത്തറിയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ട്രെയിലറിലോ ടീസറിലോ ഒന്നും ഇതിൻ്റെ ക്രക്സ് ഓഫ് ദ സ്റ്റോറി കാണിച്ചിട്ടില്ല, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ വരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഈ ഒരു സിനിമയുടെ ക്രക്സ് ഓഫ് എന്നൊക്കെ പറയുന്നത്. ആ ക്രക്സ് ആക്ച്വലി ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇത് ഉൾപ്പെടെ ആ കാര്യമായിക്കോട്ടെ, ഈവൻ ഇതിനകത്ത് ബാങ്കോങ് ആണ്. ഫസ്റ്റ് പടത്തിൽ ഹോങ്കോങ് ആണെങ്കിൽ ഇതിനകത്ത് ബാങ്കോങ് ആണ്. ഇതിനകത്തും അല്ല ഞാൻ പറയാനുള്ള എന്താ, ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ സാധനം ഉണ്ട്, ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റീസൺ കാരണം ശിവന് ബാങ്കോക്കിൽ പോകേണ്ടി വരുന്നുണ്ട്. ബാങ്കോക്കിൽ ചെന്നതിന് ശേഷം പടം ഭയങ്കര പ്രഡിക്റ്റബിളായി മാറി എന്നുള്ള. ഈവൻ ഞാൻ ഈ ട്വിസ്റ്റ് വരും, അതങ്ങനെ വന്നു, ഇതിങ്ങനെ വരും, അങ്ങനെ വന്നു, ഇയാൾ ചതിക്കും, അതിങ്ങനെ വന്നു, അങ്ങനത്തെ സ്കീം ഇതിങ്ങനെ വരും, അത് ഞാൻ എങ്ങനെ വിചാരിച്ചോ അങ്ങനെ വന്നു എന്നുള്ളത് ഒരു ഡിസപ്പോയിൻറ്റിങ് കാര്യമായിരുന്നു. പക്ഷേ ഇതൊരു മോശം പടമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. വണ്ണിൻ്റെ ഒരു ഹൈപ്പിനൊത്ത് വരാത്തൊരു സിനിമയും എന്നാ മോശം പടം എന്ന് പറയാൻ പറ്റില്ലല്ലേ. കാരണം ഞാൻ പറയില്ലേ, ഇതിൻ്റെ പെർഫോമൻസ് അതുപോലെ ഇതിലെ പാട്ടുകൾ, ഈവൻ സിനിമാറ്റോഗ്രഫി ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ പറയില്ല, ഒരു എവിടെയൊക്കെയോ ഒരു KGF സ്റ്റൈല് ഒരു സാധനം ആക്കാനുള്ള ഒരു ശ്രമം നടന്നു. എനിക്ക് തോന്നിയത് ഇമ്രാൻ ഹാഷ്മി മറ്റേ OG എന്നുള്ള സിനിമ അഭിനയിക്കാൻ പോയപ്പോഴേക്കും എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ട് വന്ന പരിപാടിയാണെന്നറിയില്ല. ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ, പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ ആക്ച്വലി സ്റ്റണ്ട് വൈസ് നല്ല രസമൊക്കെയാണ്. പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു തെലുങ്ക് പടം കണ്ട എഫക്റ്റാണ് എനിക്ക് സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ കിട്ടിയത്. ആ മോഹിത് സൂര്യ ഉണ്ടാക്കി വെച്ച വേൾഡ് ബിൽഡിങ്ങോ ആ ഒരു ആവാരപ്പൻ ഫസ്റ്റ് പടത്തിൻ്റെ ഒരു ക്വാളിറ്റി ഈ പടത്തിൽ മിസ്സിങ് ആണ്. വിഷ്വലി നല്ല ക്യാമറകൾ കൊണ്ട് എടുത്തു നോക്കണോണ്ടും ഇപ്പോൾ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് വ്യതിയാനം വന്നുകൊണ്ടും സൗണ്ട് മിക്സൊക്കെ അടിപൊളിയാണ്. ചാനൽ ആക്ടിവിറ്റി ഒക്കെ വേറെ ലെവലായിരുന്നു. ഞാൻ കണ്ടത് ഒരു 2K ലേസർ 7.1 ഡോൾബി എക്യുപ്ഡ് സ്ക്രീനിലായിട്ട് കൂടിയും സറൗണ്ട് എഫക്റ്റ് ഒക്കെ വേറെ ലെവലാണ്. പാട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ക്യാപ്സ്യൂളിനകത്തിരിക്കുന്ന ഫീൽ, ഇങ്ങനെ ചുറ്റിക്കറങ്ങണ് തേരാ. ഈവൻ പടം തീർന്ന് മറ്റേ എൻ ക്രെഡിറ്റ്സ് തീർന്ന വരെ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് വെച്ചു, കാരണം ആ പാട്ട് കേൾക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഇത് കൂടാതെ ഇതിനകത്ത് ഒരു ഗൺ ഷോട്ട് ആയിക്കോട്ടെ, സൗണ്ട് ഡിസൈൻ ആൻഡ് സൗണ്ട് മിക്സ് വാസ് എക്സലൻറ്റ്. അത് പറയാതിരിക്കാൻ വയ്യ എനിക്ക്. പക്ഷേ ഈ സിനിമ ആസ് എ ഹോൾസം മൂവി ഇറ്റ് ഡിസപ്പോയിൻറ്റഡ് മീ. കാരണം ആവാരപ്പൻ 2 എന്ന് പറയുന്നതുകൊണ്ട് എനിക്കിത് 1ൻ്റെ 16 വന്നില്ല എന്നുള്ള ഫീല്. എന്നാൽ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ചെയ്യും. പിന്നെ ഷബാന ആസ്മി, നമ്മുടെ ഫർഹാൻ അക്തറിൻ്റെ സ്റ്റെപ്പ് മദർ ആയിട്ടുള്ള ദ ഗ്രേറ്റ് ആക്ട്രസ്, ദ ലെജൻഡറി ആക്ട്രസ് ഷബാന ആസ്മി ഇതിനകത്ത് ഒരു വില്ലൻ ക്യാരക്ടർ, ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു തണുത്ത് ഒരു ഭയങ്കര വീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര വീക്ക്, ഒരു പവറും ഇല്ലാത്ത. ഷബാന ആസ്മിയുടെ ആക്ടിങ് കൊണ്ടല്ല അത് ഫീൽ ചെയ്തത് മെയിനായിട്ട്. ആ ക്യാരക്ടർ വാസ് റിട്ടേൺ ഇൻ എ സ്ലോപ്പി മാനർ, ഒരു സ്ലോപ്പി സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥ, അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ ഒരു പർട്ടിക്കുലർ സീനിൽ വയലൻസ് രക്ഷിക്കേണ്ട സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി രക്ഷിക്കേണ്ട സമയത്ത് ഗോഡ് വന്ന് രക്ഷിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം, പീസ് വന്ന് രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമുണ്ട്. അത് പാർഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടു, പാർഷ്യലി എനിക്ക് ഇതെന്ത് ഇങ്ങനെ വന്ന്, ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അവിടെ വർക്ക് അറൗണ്ട് ഇല്ലേ? പോലീസിന് അവിടെ ഒരു രീതിയിൽ അധികാരം ഇല്ലേ? അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയ സീനായിരുന്നു. എവിടെയൊക്കെയോ എനിക്ക് തായ്ലൻഡ് പോലീസിനെ ഊക്കി വിട്ട പോലെയൊക്കെ ഫീൽ ചെയ്ത്. ലോജിക്കലി പല കാര്യങ്ങളും അങ്ങോട്ട് മാച്ചും ആവുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ കുറേ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് ഈ സിനിമയിൽ റീ എഡിറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ ഇടയിൽ വെച്ച് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് തിരുത്താൻ ശ്രമിച്ചോ, എന്തൊക്കെയൊക്കെയോ ഒരു പ്രശ്നങ്ങൾ എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഫീൽ ചെയ്ത്. പക്ഷെ അന്നിരുന്നാലും ഞാൻ പറയാം, ഇതൊരു മോശം പടമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം മ്യൂസിക്കലി, സൗണ്ട് വൈസ് ഇറ്റ് വാസ് ടോപ്പ് നോച്ച്. പിന്നെ ഇമ്രാൻ ഹാഷ്മി വേറെ ലെവൽ രീതിയിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പുള്ളിയാണ് ഈ സിനിമയുടെ എല്ലാം, പുള്ളിയും പാട്ടും, അതാണ് ഈ സിനിമയുടെ എല്ലാം. പക്ഷേ ആവരപ്പൻ എന്ന സിനിമയുടെ 7 അല്ല 16 അയലത്ത് പോലും വരാൻ പറ്റിയിട്ടില്ല ഈ സിനിമയ്ക്ക് എന്നാണ് എനിക്ക് തോന്നിയത്. ഡെഫിനറ്റ്ലി എന്തായാലും തിയേറ്ററിൽ പോയി കണ്ണടച്ചിരുന്നാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീലിംഗ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാണണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു സൗണ്ട് മാത്രം കേൾക്കാൻ ആഗ്രഹമുള്ള, ഒരു പാട്ട് കേൾക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുന്നത് ഞാൻ പറയും. ഇമ്രാൻ ഹാഷ്മിനെ ഇഷ്ടമുണ്ടെങ്കിൽ, ആവാരപ്പൻ എന്നുള്ള സിനിമയിലെ പാട്ടുകൾ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇമ്രാൻ ഹാഷ്മിയുടെ അഭിനയവും പാട്ടുകളെങ്കിലും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും. പിന്നെ ദിശ പട്ടാനി സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു. കാരണം ഞാൻ പൊതുവേ സിനിമകളിൽ പുള്ളിക്കാരിയെ കാണുന്ന ഭയങ്കര വെറുപ്പീര് റോളുകളിലാണ്. ഇതിനകത്ത് ഒരു വെറുപ്പീര് റോളായിട്ട് എനിക്കിത് ഫീൽ ചെയ്തില്ല. വളരെ കൺട്രോൾഡ് ആയിട്ട് പുള്ളിക്കാരി ഡീസൻ്റ് ആയിട്ട് അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഇതിന് മുന്നേ 2 സിനിമകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് എനിക്ക് തോന്നിയത് മറ്റേ സിനിമ, നമ്മുടെ പടത്തിൻ്റെ MS ധോണി ബയോപിക്ക്. അതുപോലെ പിന്നെ നമ്മുടെ ഇവൻ്റെ കൂടെയാണ്, നമ്മുടെ ഗുസാരിഷിലൊക്കെ അഭിനയിച്ചവനുണ്ടല്ലോ, ആഷിഖ് ടൂവിൽ അഭിനയിച്ച നടൻ്റെ കൂടെ മലങ്ക് എന്ന് പറഞ്ഞ സിനിമയിൽ, അതിലുമാണ് എനിക്ക് ആകെ പുള്ളിക്കാരി ഡീസൻ്റായിട്ട് അഭിനയിച്ചത് തോന്നിയത്. ഇപ്പം ഈ ഒരു സിനിമയും കൂടെ എന്തായാലും അതെനിക്കൊരു ആശ്വാസം തന്നെയായിരുന്നു എന്തായാലും. അല്ലെങ്കിൽ എനിക്കിതൊരു ഓപ്പൺ ഹൈമറായി മാറിയാനേ പുള്ളിക്കാരിയും കൂടി വെറുപ്പിച്ചിരുന്നെങ്കിൽ. പക്ഷേ പുള്ളിക്കാരി വെറുപ്പിച്ചില്ല എന്നുള്ളത് എനിക്കൊരു വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിട്ട്. സ്ഥിരമായിട്ട് വെറുപ്പിക്കുന്ന ഒരാൾ വെറുപ്പിക്കാതിരുന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പിന്നെ ഷീ ലുക്സ് വെരി പ്രിറ്റി ഇൻ ദിസ് മൂവി. നല്ല ഭംഗിയുണ്ടായിരുന്നു. സാധാരണ വെറുപ്പീര് കാരണം എനിക്ക് അങ്ങോട്ട് നോക്കാനേ തോന്നാറില്ല. ഇതിനകത്ത് ഡീസൻ്റായിട്ട് കൺട്രോൾഡായിട്ട് അഭിനയിച്ചുകൊണ്ടും വെറുപ്പിക്കാത്തതുകൊണ്ടും എനിക്ക് ഐ കുഡ് റെസ്പെക്റ്റ് ആൻഡ് അക്നോളജ് ഹെർ ഔട്ട്ഫിറ്റ്സ്, അല്ലെങ്കിൽ ദ വേ ഷീ പുൾഡ് ഓഫ് ദിസ് ക്യാരക്ടർ. അപ്പോൾ ശരിയേ, ഇതാണ് എനിക്ക് ഈ പടത്തെ പറ്റി തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നിയത് താഴെ കമൻറ്റ് ചെയ്യാം. ശരി, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.